Good afternoon, dear students. We were going through The Religion of the Forest by Tagore, and where we stopped, we have seen how Tagore mentions that throughout the literature of the past, especially in our epics and in those legendary stories described in the epics, we have seen how the relationship with forest has been always central to those works. അതായത് നമ്മളുടെ പൗരാണികമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ഏത് ഗ്രന്ഥം എടുത്തു നോക്കിയാലും അതിൻ്റെ ഒരു കേന്ദ്ര ഭാവമായിട്ട് വരുന്നത് മനുഷ്യന് പ്രകൃതിയുമായിട്ട് ഉണ്ടായിട്ടുള്ള ബന്ധമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ പല കഥകളും നടക്കുന്നത് പോലും കാട്ടിനുള്ളിൽ വെച്ചാണ്. അതിനു മുന്നേ തന്നെ പറഞ്ഞു ആ കാലഘട്ടത്തിൽ നാട് കാട് എന്നൊക്കെയുള്ള ആ ഒരു വേർതിരിവൊക്കെ നമ്മൾക്ക് അപൂർവമായി മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഒരുപക്ഷെ ആ രീതിയിലുള്ള ഒരു വേർതിരിവ് ഉണ്ടായി വന്നത് വിക്രമാദിത്യന്റെ കാലഘട്ടം തൊട്ടാണെന്ന് പറഞ്ഞു. സോ when Vikramaditya came to power, India has started to establish commercial relationship with foreign countries, and there was this sense of urbanization creeping into our culture. നമ്മളുടെ സംസ്കാരത്തിലേക്ക് ഈ ഒരു നാഗരികമായിട്ടുള്ള അല്ലെങ്കിൽ നാഗരികമായിട്ടുള്ള ജീവിത രീതികളൊക്കെ നമ്മളുടെ നാട്ടിലേക്ക് കടന്നു വരാൻ തുടങ്ങുന്നത് ഒരുപക്ഷെ വിക്രമാദിത്യന്റെ കാലഘട്ടം തൊട്ടാണ്. ഇതേ കാലഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ സദസ്സിലെ കവിയായിരുന്നു കാളിദാസൻ എന്ന് പറയുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഈ നാഗരികമായിട്ടുള്ള സംസ്കാരം കടന്നു വന്നിട്ട് പോലും കാളിദാസന്റെ കൃതിയിലാണെങ്കിലും പിന്നീട് ഇങ്ങോട്ടുള്ള സാഹിത്യ കൃതികളിലൊക്കെ ആണെങ്കിൽ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും വനവുമായിട്ടുള്ള ആ ബന്ധം ആ കാലഘട്ടത്തിലും എന്തായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക മൂല്യം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനപ്പുറത്തേക്ക് നമ്മളുടെ ഒരു സാംസ്കാരികതയുടെ ഭാഗം തന്നെയായിരുന്നു അത്. സോ വനവുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധമാണ് പലപ്പോഴും സാഹിത്യ കൃതികളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനുള്ള ഉദാഹരണമായിട്ടാണ് അദ്ദേഹം കാളിദാസന്റെ രണ്ട് കൃതികളെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു വശത്ത് ശാകുന്തളത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഋതുസംഹാരയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഋതുസംഹാരയെ പറ്റി സംസാരിച്ച സമയത്ത് നമ്മൾ കേട്ടു ഋതുസംഹാരം എന്ന് പറയുന്നത് കാളിദാസന്റെ അപക്വമായിട്ടുള്ള, ഈവൻ ദോ ഇറ്റ് ഈസ് ആൻ ഇമ്മച്ചുവർ വർക്ക് ബൈ കാളിദാസ, that spiritual attachment with forest is still there. So അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ലാസ്യഭാവത്തിലുള്ള കുറച്ച് വളപ്ചസ് ആയിട്ടുള്ള കുറച്ച് കാമചിന്തകളൊക്കെ തുളുമ്പുന്ന ഒരു വർക്കാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആത്മാവെന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റിൽ ഫോറസ്റ്റ്. സോ ദ സോൾ ഓഫ് ദാറ്റ് വർക്ക് ഈസ് സ്റ്റിൽ ഫോറസ്റ്റ്. അതുകൊണ്ടാണ് ഋതുസംഹാരം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഋതുക്കളുടെ ഒരു സംഗമമാണ് എന്തെന്ന് പറയുന്നത്. ഋതുസംഹാരം എന്ന് പറയുന്നത് ഒരു ഋതുവിൽ നിന്ന് മറ്റൊരു ഋതുവിലേക്കുള്ള പ്രയാണമാണ്. സോ ഈ പ്രയാണത്തിന്റെ ഒരു അന്തർധാരയായിട്ട് അതിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു സ്ഥായി ഭാവമായിട്ട് കാളിദാസൻ അവതരിപ്പിക്കുന്നത് മുഴുവനും മാറി മാറി വരുന്ന പ്രകൃതിയുടെ മനോഹരമായിട്ടുള്ള ചിത്രങ്ങളാണ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ശാകുന്തളത്തിൽ കാണുമ്പോഴും നമ്മൾ കാണുന്ന. അദ്ദേഹം ടാഗോർ പറയുന്നുണ്ട് ആശ്രമം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടത്തിലെ സാഹിത്യകൃതികളെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം മനുഷ്യന് പ്രകൃതിയുമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുള്ളത് മുഴുവനും ആശ്രമങ്ങളാണ്. സോ ആ രീതിയിലാണ് ശാകുന്തളത്തിൽ നമ്മൾ ശകുന്തളയെ നോക്കുന്ന സമയത്ത് ശകുന്തളയുടെ ആത്മബന്ധം മുഴുവനും ആ ആശ്രമവുമായിട്ടും ആശ്രമത്തെ ചുറ്റിപ്പറ്റിയുള്ള ചെടികളും മൃഗങ്ങളും ഒക്കെ ആയിട്ടാണ്. സോ ഈ രീതിയിൽ ആശ്രമം എന്തുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആശ്രമം എന്തുകൊണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നായി മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശ്രമ അന്തരീക്ഷം തന്നെയാണ് ശരിക്കും. സോ ഒരു ആശ്രമം എന്ന് പറയുന്നത് കാടിന് നടുവിലാണ്. സോ മിക്കവാറും ഉപവനങ്ങൾക്കുള്ളിലാണ്, അതായത് ചെറിയ വനങ്ങൾക്കുള്ളിലാണ് ആശ്രമവും ആ ഉപവനത്തിലെ ജീവജാലങ്ങളും ആശ്രമത്തിൽ ജീവിക്കുന്ന മുനികുമാരന്മാരോ അല്ലെങ്കിൽ കുമാരികളോ അല്ലെങ്കിൽ മഹർഷിമാരോ അവർക്കൊക്കെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധമൊക്കെ ആണ് നമ്മൾ ആശ്രമങ്ങളിലെ ചിത്രങ്ങളിലൂടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് ടാഗോർ പറയുന്ന ഇതാണ്, കാളിദാസന്റെ മിക്ക കൃതികളിലും നമ്മൾക്ക് കാണാൻ പറ്റുന്ന രണ്ട് വശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരേ തുലാസിന്റെ ഭാഗമായിട്ട് വരുന്ന രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഒരു വശത്ത് he will present you the king, who is the representative of urbanization, who is the representative of power, and on the other side you will have common people or those characters who live in close attachment with nature. അതായത് ഒരു വശത്ത് അധികാരമോഹികളായിട്ടുള്ള നായാട്ട് നടത്തുന്ന
പ്രകൃതിക്കെതിരെ തങ്ങളുടെ പ്രകൃതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയിലെ ജീവജാലങ്ങളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ഹൃദയശൂന്യരായിട്ടുള്ള ഒരു വിഭാഗവും, എന്നാൽ അതിന് ബദലായിട്ട് പ്രകൃതിയുമായിട്ട് ഇഴകിച്ചേർന്ന് ജീവിക്കുന്ന, പ്രകൃതിയെ ഉൾക്കൊള്ളുന്ന, പ്രകൃതിയോട് മമത വെച്ച് പുലർത്തുന്ന, പ്രകൃതിയിലെ സർവ്വചരാചരങ്ങളെയും സ്നേഹിക്കുന്ന മറ്റൊരു വിഭാഗവും കാണും. സോ ഈ രീതിയിലാണ് നമ്മൾ ശാകുന്തളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഓൺ വൺ സൈഡ് യു ഹാവ് ഗോട്ട് ദുഷ്യന്ത the king, and on the other side you have Shakuntala, who is an ashram dweller. Dweller means എന്താണ്, വസിക്കുന്ന ആൾ. ആശ്രമത്തിൽ വസിക്കുന്ന ശകുന്തളയും മറുവശത്ത് എന്താണ്, കൊട്ടാരത്തിൽ നിന്ന്, നഗരത്തിൽ നിന്ന് വരുന്ന ദുഷ്യന്തൻ എന്ന് പറയുന്ന രാജാവുമുണ്ട്. Now നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത് we were describing that beginning scene of Shakuntala, where you have got this chasing scene where you find Dushyanta on horseback. He is riding his horse and is trying to shoot an arrow at an antelope, and the antelope is running for its life, and then there appears the people of forest who beg the king to leave to എന്താ പറയുന്നത്, to let the deer leave. Okay, so they are requesting the king to leave the poor creature aside so that it might continue to live. Now they plead for its life. ശരിക്കും ആ മാൻപേടയ്ക്ക് വേണ്ടിയിട്ട് അവർ രാജാവിനോട് യാചിക്കുകയാണ്, whereby they try to make the king understand how innocent and beautiful and how helpless is the poor creature. So now Tagore says that this particular request made by the forest dwellers is in fact the voice of the forest as well. രാജാവിനോട് മാനുഷാദ എന്ന ഭാവത്തിൽ പറയുന്ന, ക്രൂരത അരുത് എന്ന് പറയുന്ന ഇതേ എന്താണ്, നമ്മൾ ഇതേ രാമായണത്തിൽ വാൽമീകിയുടെ ആ ഒരു കഥയിൽ നിന്നാണ് നമ്മൾ മാനുഷാദ എന്ന് പറയുന്ന കോട്ടെടുക്കുന്നത്. നൗ ഇതേ കാര്യം തന്നെയാണ് ദുഷ്യന്തനോട് ആര് യാചിക്കുന്നത്, വനവാസികളായിട്ടുള്ള മനുഷ്യര് അവര് അപേക്ഷിക്കുന്നത്. അവർ പറയുന്നുണ്ട് രാജാവിനോട്, നെവർ ഓ നെവർ ഇസ് ദ ആരോ മെന്റ് ടു പിയേഴ്സ് ദ ടെൻഡർ ബോഡി ഓഫ് എ ഡിയർ. ഒരു മാൻപേടയുടെ ലോലമായിട്ടുള്ള ശരീരത്തിന് കീറിമുറിക്കാനുള്ളതല്ല എന്തെന്ന് പറയുന്നത്, രാജാവിൻ്റെ അസ്ത്രം എന്ന് പറയുന്നത് അത് ധർമ്മം സ്ഥാപിക്കാനായിട്ടുള്ളതാണ്. ഈവൻ ആസ് എ ഫയർ ഈസ് നോട്ട് ഫോർ ദ ബേണിംഗ് ഓഫ് ദ ഫ്ലവേഴ്സ്. അഗ്നി എന്ന് പറയുന്നത് എന്തിനെ ചുട്ടിരിക്കാനുള്ളതല്ല, ലോലമായിട്ടുള്ള പുഷ്പങ്ങളെ ചുട്ടിരിക്കാനുള്ളതല്ല, എന്താണ്, അശുദ്ധമായിട്ടുള്ളതിനെ ശുദ്ധീകരിക്കാനുള്ളതാണ് എന്തെന്ന് പറയുന്ന അഗ്നി എന്ന് പറയുന്നത്. സോ ധർമ്മത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ആയുധം ആർക്ക് നേരെ ഉയർത്തരുത്, ഒരു നിഷ്കളങ്ക ജീവിയുടെ നേർക്ക് ഉതിർത്ത് വിടരുതെന്ന് ആരോട് യാചിക്കുന്നു, വനവാസികളായിട്ടുള്ള മനുഷ്യര് ദുഷ്യന്തനോട് യാചിക്കുന്നു. സോ ദിസ് ഈസ് വേർ വി സ്റ്റോപ്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. Now when we come to today's class, Tagore is providing you another example, and this time it comes from Ramayana. ഏത് രീതിയിലാണ് നമ്മളുടെ പൗരാണികമായിട്ടുള്ള പുരാതന സാഹിത്യ കൃതികളിൽ വനം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, അല്ലെങ്കിൽ മനുഷ്യർക്ക് വനവുമായിട്ടുള്ള ബന്ധം പരാമർശിക്കപ്പെടാത്തതായിട്ട് ഒരു കൃതി പോലും ഇല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് Tagore is providing you another example, and it is from Ramayana. നമുക്ക് നോക്കാം. In the Ramayana, Rama and his companions in their banishment had to traverse forest after forest. Now രാമായണത്തില് രാമനും തൻ്റെ കൂടെയുള്ള സഹയാത്രികരായിട്ടുള്ള, നമ്മൾക്കറിയാം രാമനോടൊപ്പം ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. You know that Rama was accompanied by Sita and his brother Lakshmana. So രാമായണത്തിലെ രാമനും രാമന്റെ സഹചാരികളും in their banishment means അവരുടെ വനവാസ കാലഘട്ടത്തിൽ they had to traverse forest after forest. Traverse means കടന്നു പോകുക. ഒരു വനത്തിൽ നിന്ന് മറ്റൊരു വനത്തിലേക്ക് അവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു. കാരണം രാമനോട് ആവശ്യപ്പെട്ടതാണ് രാമൻ എവിടെ പോകണം, കാട്ടിലേക്ക് പോകണം എന്നുള്ളത്. So he had to travel from one forest to another. They had to live in leaf thatched huts to sleep on bare ground. അതുകൊണ്ട് തന്നെ കാട്ടിനുള്ളിൽ അവർക്ക് പലപ്പോഴും ഓല മേഞ്ഞ കുടിലുകളിൽ ജീവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ദേ ഓൾസോ ഹാഡ് ടു സ്ലീപ്പ് ഓൺ ബെയർ ഗ്രൗണ്ട്. എന്താണ്, വെറും മണ്ണിൽ കിടന്ന് ഉറങ്ങേണ്ടതായിട്ടും വന്നിട്ടുണ്ട്, നിലത്ത് കിടന്ന് ഉറങ്ങേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ബട്ട് ആസ് ദെയർ ഹാർട്ട്സ് ഫെൽറ്റ് ദെയർ കിൻഷിപ്പ് വിത്ത് വുഡ്ലാൻഡ്, ഹിൽ ആൻഡ് സ്ട്രീം, ദേ വെയർ നോട്ട് ഇൻ എക്സൈൽ എമിഡ്സ് ദീസ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സങ്കല്പിക്കുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഇന്നത്തെ തലമുറയിലുള്ള ഒരാള് രാമായണ കഥ കേൾക്കുമ്പോഴത്തേക്കും രാമനോട് കൊടുങ്കാട്ടിലേക്ക് പോകാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ വരുന്ന അതിഭീകരമായിട്ടുള്ള ഒരു ചിത്രമാണ്. ഓക്കെ, സോ നാട്ടിൽ നിന്നും കാട്ടിനുള്ളിൽ
ആനയാണെങ്കിലും കടുവയാണെങ്കിലും മറ്റ് വന്യമൃഗങ്ങളുമൊക്കെയുള്ള ഭീകരമായിട്ടുള്ള ഇരുണ്ട കാടുകൾക്കുള്ളിലേക്ക് രാമൻ പോകേണ്ടതായിട്ട് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾക്കത് വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അങ്ങേയറ്റം നമ്മൾക്ക് എന്താണ് ഒരു ടെറർ തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാമനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം കാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് അവർ നിത്യജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. സോ ഇറ്റ് നെവർ റിയലി മെയ്ഡ് എനി ഡിഫറൻസ് ഫോർ ദം. പിന്നെ അവിടെ ഒരു ദുഃഖം ഉണ്ട് എന്നുള്ളത് എന്താണ്, രാമന് സിംഹാസനം നഷ്ടപ്പെട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് സത്യം പറഞ്ഞാല് ഒരു ഭീകരത അതിനകത്ത് ഇല്ല. ബിക്കോസ് traveling to forest or spending time in forest was nothing unusual for Rama or Lakshmana. അതാണ് ഇവിടെ പറയുന്നത്. But as their hearts felt their kinship means ബന്ധം, അവരുടെ ഹൃദയം എന്തുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങി. woodland means കാടുമായിട്ടും കുന്നുകളുമായിട്ടും പർവ്വതങ്ങളായിട്ടും അരുവികളുമായിട്ടൊക്കെ അവരുടെ ഹൃദയം ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും they were not in exile amidst these. പിന്നീട് ഒരിക്കലും അവർക്ക് ഏതൊരു അവസ്ഥ തോന്നിയില്ല, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ നാട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നാട് കടത്തപ്പെട്ടതായിട്ടുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലൂടെ കടന്നു പോകുക പോലും ചെയ്തില്ല. ബിക്കോസ് they already had that relationship with forest, and now that they were banished to forest, they had more time to strengthen that relationship. Already കാടുമായിട്ട് ബന്ധമുണ്ട്. സോ വനവാസത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ബന്ധത്തിന് ഒന്ന് ശക്തി കൂടുക മാത്രമാണ് ചെയ്തത്. സോ ആ ബന്ധം when that relationship with forest really got stronger, they didn't felt any longer in exile. നാട് കടത്തപ്പെട്ടതായിട്ടുള്ള ഒരു ചിന്ത പോലും പിന്നീട് അവർക്ക് തോന്നിയില്ല. സോ അതാണ് പറയുന്നത്, ബട്ട് ആസ് their hearts felt their kinship with woodland, hill and stream, they were not in exile amidst these. Poets brought up in an atmosphere of different ideals would have taken this opportunity of depicting in dismal colors the hardship of the forest life in order to bring out the martyrdom of Ramachandra with all the emphasis of a strong contrast. Now പിന്നീട് ടാഗോർ പറയുന്നത്, പിൽക്കാലത്തുണ്ടായ പല കവികളാണ് രാമന്റെ വനവാസത്തെ ഭീകരമായിട്ട് ചിത്രീകരിച്ചത്. രാമനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലക്ഷ്മണനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വനവാസകാലം അവർക്ക് എന്തായിട്ട് തോന്നിയില്ല, ഭീകരമായിട്ട് തോന്നിയില്ല. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്ന രീതിയിൽ വനവാസം ഭീകരമാക്കി മാറ്റിയത് പിൽക്കാലത്ത് ഈ രാമായണ കഥയെ വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ടുള്ള ഇന്റർപ്രറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇറ്റ് ഈസ് ദേ ഹു മെയ്ഡ് ദിസ് അപ്പിയർ ലൈക്ക് Rama was going through a terrible period of life in forest. Okay, so രാമൻ ഭീകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി എന്നൊക്കെ ഉള്ളത് പിൽക്കാലത്ത് ആര് കൊണ്ടുവന്ന ഇന്റർപ്രിട്ടേഷൻസ് ആണ്, പല പോയിറ്റ്സ് കൊണ്ടുവന്ന ഇന്റർപ്രിട്ടേഷൻസ് ആണ്. സോ പോയിറ്റ്സ് brought up in an atmosphere of different ideals, അതായത് വിവിധ ആശയങ്ങളുടെ സംസ്കാരങ്ങളുടെ ഒരു അന്തരീക്ഷത്തിൽ പൊന്തി വന്ന കവികളാണ്. they would have taken this opportunity of depicting in dismal colors. Dismal means ശോകമുഖമായിട്ടുള്ള ദുഃഖം നിറഞ്ഞ അന്തരീക്ഷത്തിൽ രാമനെയും ലക്ഷ്മണനെയും ഒക്കെ ചിത്രീകരിക്കാൻ തുടങ്ങിയത് പിൽക്കാലത്ത് പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള കവികളാണ്. കാരണം ഈ കവികൾക്ക് കാടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്നത് കൊണ്ട്, അവർ കാടിനെ ഭയന്നിരുന്നത് കൊണ്ട് അവർ രാമന്റെ വനവാസകാലം എന്താക്കി ചിത്രീകരിക്കാൻ തുടങ്ങി, രാമൻ അനുഭവിച്ച ഒരു ഭീകര കാലഘട്ടമായിട്ട് ചിത്രീകരിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, so poets brought up in an atmosphere of different ideals made use of that opportunity to depict Rama's life in forest and dismal colors, especially to bring out the martyrdom of Ramachandra with all the emphasis of a strong contrast. പലപ്പോഴും ഇവര് ഇത് ചെയ്തത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമന്റെ ആ ഒരു ത്യാഗം അതിന് ഒരു ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തത്. they represented Rama's life in forest and dismal colors. So they depicted Rama's life in dismal colors, the hardship of forest life, in order to bring out the martyrdom of Ramachandra. Martyrdom means ത്യാഗം. So രാമൻ സ്വന്തം സിംഹാസനം ബലി നൽകി എന്നുള്ള ആ ഒരു കാര്യത്തിനെ ഒരു എന്താണ് ഒന്ന് പൊലിപ്പിച്ച് കാട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാമൻ എത്ര വലിയ ത്യാഗമാണ് ചെയ്തത് എന്ന് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ടാണ് രാമന്റെ വനവാസ കാലഘട്ടത്തെ എന്തായിട്ട് ചിത്രീകരിച്ചത്, ഭീകരമായിട്ട് ചിത്രീകരിച്ചത്. So in order to bring out the martyrdom of Ramachandra with all the emphasis of a strong contrast. Strong contrast means നാടും കാടും തമ്മിലുള്ള ആ ഒരു അന്തരം they emphasized it. അവര് അത് പെരുപ്പിച്ച് കാണിക്കാനായിട്ട് തുടങ്ങി.
നഗരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന രാമൻ എവിടെ പോയി, ഭീകരമായിട്ടുള്ള കൊടും കാട്ടിൽ പോകേണ്ടതായിട്ട് വന്നു എന്നൊക്കെ ഉള്ളൊരു representation was made by poets in later ages only to emphasize or to give stress to this sacrifice made by Rama. Okay, രാമൻ നടത്തിയ ആ ഒരു സാക്രിഫൈസിനെ ഒന്ന് പെരുപ്പിച്ച് കാട്ടാൻ വേണ്ടിയിട്ട് പിൽക്കാലത്തുള്ള കവികളാണ് കാടിനെയും രാമന്റെ വനവാസത്തെയും ഒക്കെ ഭീകരമായിട്ട് ചിത്രീകരിക്കാനായിട്ട് തുടങ്ങിയത്. But in the Ramayana, we are led to realize the greatness of the hero, not in fear, struggle with nature, but in sympathy with it. Sita, the daughter-in-law of a great kingly house, goes along the forest path. ഓക്കെ, അതേസമയം ടാഗോർ പറയുന്ന വാസ്തവത്തിൽ രാമായണത്തിലെ രാമൻ ഹീറോ ആയിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാടിനെതിരെ രാമൻ നടത്തിയ പോരാട്ടത്തിലൂടെയല്ല, അല്ലെങ്കിൽ ആ വനവാസ കാലഘട്ടത്തിൽ കാടുമായിട്ട് രാമൻ നടത്തിയ മൽപിടുത്തത്തിന്റെ ഒരു പശ്ചാത്തലത്തിലല്ല, മറുവശത്ത് രാമനും കാടുമായിട്ടുണ്ടായ ആ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാമൻ ആരായിട്ട് മാറുന്നത്, ശരിക്കും രാമായണത്തിലെ ഹീറോ ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ ബട്ട് ഇൻ രാമായണ വി ആർ ലെറ്റ് ടു റിയലൈസ്, വി ഹാവ് ടു റിയലൈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ഹീറോ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് രാമ, നോട്ട് ഇൻ എ ഫിയർ സ്ട്രഗിൾ വിത്ത് നേച്ചർ. പ്രകൃതിയുമായിട്ട് രാമൻ മല്ലിട്ട് പോരാടി ജയിച്ചു എന്നുള്ള രീതിയിലല്ല രാമൻ ശരിക്കും രാമായണത്തിലെ ഹീറോ ആകുന്നത്, ബട്ട് ഇൻ സിമ്പതി വിത്ത് ഇറ്റ്. രാമൻ വനവുമായിട്ട് അല്ലെങ്കിൽ വനത്തിലെ മറ്റ് ജീവജാലങ്ങളുമായിട്ട് സഹതപിക്കുകയും അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് രാമൻ ശരിക്കും ആരായിട്ട് മാറുന്നത്, രാമായണത്തിലെ ഹീറോ ആയിട്ട് മാറുന്നത്. സീത, ദ ഡോട്ടർ ഇൻ ലോ ഓഫ് എ ഗ്രേറ്റ് കിങ്ലി ഹൗസ്, ഗോസ് അലോങ് ദ ഫോറസ്റ്റ് പാത്സ്. ഇതേ കാര്യം തന്നെയാണ് നമ്മൾ സീതയുടെ കാര്യത്തിലും സംസാരിക്കേണ്ടി വരുന്നത്. സീത എന്ന് പറയുന്നത് രാമായണത്തിലെ ഹീറോയിനായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ എന്താണ് ഇതേവരെ സാഹിത്യ കൃതികളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നായികമാരിൽ വെച്ച് ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രമായിട്ട് സീത മാറുന്നത് ഏത് രീതിയിലാണ്? പ്രകൃതിയുമായിട്ട് സീത സ്ഥാപിക്കുന്ന ബന്ധത്തിലൂടെ തന്നെയാണ്. ഓക്കെ, സോ സീത ഈസ് ഓൾറെഡി ദ ഡോട്ടർ ഓഫ് നേച്ചർ. നമ്മൾക്കറിയാം ഭൂമി ദേവിയുടെ മകളായിട്ടാണ് പലപ്പോഴും നമ്മൾ ആരെ ചിത്രീകരിക്കുന്നത്, സീതയെ ചിത്രീകരിക്കുന്നത്. സോ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് നേച്ചർ herself. So Sita, രാമായണത്തിലെ ഷീ ഈസ് ദ ഡോട്ടർ ഇൻ ലോ ഓഫ് എ ഗ്രേറ്റ് കിങ്ലി ഹൗസ്. നമ്മൾക്കറിയാം ദശരഥന്റെ മരുമകളാണ് ആരെന്ന് പറയുന്നത്, സീത എന്ന് പറയുന്നത് ജനക മഹാരാജാവിന്റെ പുത്രിയാണ്. സോ സീതയും കൊട്ടാരത്തിൽ വളർന്ന് വന്ന ആളാണ്. പക്ഷെ അവിടെ നിന്ന് കാട്ടിലേക്ക് വരുമ്പോഴത്തേക്കും സീത ലൈക്ക് രാമ ഡസൻറ്റ് ഫീൽ എനി കൈൻഡ് ഓഫ് ഡിഫറൻസ്. ഓക്കെ, സോ കൊട്ടാരത്തിലെ ജീവിതവും കാടിനുള്ള ഉള്ളിലെ ജീവിതവുമായിട്ട് ദേ ഡോണ്ട് ഫീൽ ദാറ്റ് കൈൻഡ് ഓഫ് ഡിഫറൻസ്. ഇപ്പം അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ രാമായണ കഥ പരിശോധിക്കുകയാണെങ്കിൽ ഒരിടത്ത് പോലും സീതയോ രാമനോ ഒരു വന്യമൃഗത്താൽ ആക്രമിക്കപ്പെടുന്ന ഒരു രംഗം ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അതേസമയം ഈ കഥ ആദ്യമായിട്ട് എഴുതുന്നത് നമ്മുടെ ആധുനിക കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു കവിയായിരുന്നെങ്കിൽ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് സീതയും രാമനോട് കാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴത്തേക്കും കാട്ടാന കുത്താൻ വരുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് that is the shift in attitude that has taken place. കാടിനെ കുറിച്ച് അല്ലെങ്കിൽ the kind of shift in understanding that has taken place between man's relation with regard to man's relationship with nature. മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾക്കുള്ള മനോഭാവത്തിൽ അല്ലെങ്കിൽ കാഴ്ചപ്പാടിലുണ്ടായ വലിയൊരു മാറ്റമാണത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാട് എന്ന് പറയുന്നത് ഭീകര മൃഗങ്ങളുടെ ഒരു ആവാസ കേന്ദ്രമായിട്ടാണ് നമ്മൾ കാടിനെ കാണുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് പലപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഇപ്പം അതിനുള്ള ഏറ്റവും നല്ല മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ there are a number of wildlife photographers, അല്ലേ? ഒരുപാട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പക്ഷേ we rarely come across a news where you get to read that a wildlife photographer was attacked by a wild animal. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒരു വന്യമൃഗത്താൽ ആക്രമിക്കപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത നമ്മൾ അങ്ങനെയൊന്നും കാണാറില്ല. സോ ഈ പ്രകൃതിയെ അതിഭീകരമായിട്ട് ചിത്രീകരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയുമായിട്ട് വനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതുള്ളവർ സാഹിത്യകൃതികളിലൂടെ കൊണ്ടുവന്നൊരു ആശയമാണ്, അല്ലെങ്കിൽ നമ്മളുടെ സങ്കല്പത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ്. പക്ഷെ വാസ്തവത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ once you establish a relationship with forest, you can go rather smoothly or even smoother than you can imagine. നിങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഒരു പക്ഷേ സങ്കല്പിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ സ്മൂത്ത് ആയിട്ട് you can dwell in close attachment with
forest. So that is what we find in Ramayana. Ramayanathil varumbothekkum you never come across an episode where Valmiki or any other poet of that time describes you an episode where either Rama, Lakshmana or Sita get attacked by a wild animal. നമ്മൾ ഒരിക്കൽ പോലും അത് കാണാറില്ല. While on the other side what you find in Ramayana is how Rama, Lakshmana and Sita live in close attachment with nature. They are in fact helped by forest and its inhabitants. ശരിക്കും രാമനെയും സീതയും ഒക്കെ കാട്ടിലുള്ള മറ്റ് മൃഗങ്ങളുമൊക്കെ സ്വീകരിക്കുന്നതായിട്ടും അവരെ സഹായിക്കുന്നതായിട്ടാണ് നമ്മൾ എന്തിൽ കാണുന്നത്, നമ്മൾ രാമായണത്തിൽ കാണുന്നത്. ഓക്കെ, so that is exactly what happens with the case of Jadayu. സീതയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ജഡായു ആണ്. ഓക്കെ, സോ that is a kind of attitude or that was a kind of relationship that was there between man and nature. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ ഇന്ന് നമ്മളുടെ ഒരു കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊക്കെ എന്താണ്, ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കഥകളൊക്കെ വളരെ വിചിത്രമാണ്. ഓക്കെ, സോ ജീവിതം കഥയായിട്ട് മാറുന്നത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ്. Now we read in Ramayana. രാമായണത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു ഡിസ്ക്രിപ്ഷനെ കുറിച്ചാണ്. She asks Rama about the flowering trees and shrubs and creepers which she has not seen before. So രാമായണത്തിൽ വരുമ്പോഴത്തേക്കും സീതയും രാമനും കാട്ടിലേക്ക് പോയി കഴിഞ്ഞ് കാട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോഴത്തേക്കും സീത രാമനോട് ചോദിക്കുന്നുണ്ട് എന്തിനെ പറ്റിയിട്ട്, കാട്ടിൽ പുഷ്പിച്ച് നിൽക്കുന്ന മരങ്ങളെക്കുറിച്ച് ആൻഡ് shrubs, ചെടികളെക്കുറിച്ച്, വള്ളിപ്പടർപ്പുകളെ കുറിച്ചൊക്കെ സീത ആരോട് ചോദിക്കുന്നുണ്ട്, രാമനോട് ചോദിക്കുന്നുണ്ട്. വിച്ച് ഷീ ഹാസ് നോട്ട് സീൻ ബിഫോർ, നാട്ടിൽ മുൻപ് കണ്ടിട്ടില്ലാത്ത മരങ്ങളെ പറ്റിയിട്ടും ചെടികളെ പറ്റിയിട്ടും സസ്യങ്ങളെ പറ്റിയിട്ടൊക്കെ സീത ആരോട് അന്വേഷിക്കുന്നുണ്ട്, രാമനോട് അന്വേഷിക്കുന്നുണ്ട്. At her request, Lakshmana gathers and brings her plants of all kinds, exuberant with flowers, and it delights her to see the forest rivers variegated with their streams and sandy banks resounding with the call of heron and duck. Now എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, at her request, സീതയുടെ അപേക്ഷ പ്രകാരം ലക്ഷ്മണ gathers and brings her plants of all kinds. ലക്ഷ്മണൻ പോയി എന്ത് ശേഖരിച്ചുകൊണ്ട് വരുന്നുണ്ട്, സീത ഇതേവരെ കണ്ടിട്ടില്ലാത്ത വൈവിധ്യങ്ങളാർന്ന സസ്യങ്ങളും അതുപോലെ തന്നെ പൂച്ചെടികളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. എക്സ്യൂബറന്റ് വിത്ത് ഫ്ലവേഴ്സ്. എക്സ്യൂബറന്റ് മീൻസ് റിച്ച്. സോ പുഷ്പങ്ങളാൽ സമ്പന്നമായിട്ടുള്ള പല ചെടികളും ലക്ഷ്മണൻ ആർക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്, സീതയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഡിലൈറ്റ്സ് ഹെർ ഹാർട്ട് ടു സീ ദ ഫോറസ്റ്റ് റിവേഴ്സ്. അതുപോലെ കാട്ടിലെ നദിയൊക്കെ കാണുന്ന സമയത്ത് സീതയുടെ ഹൃദയം സന്തോഷം കൊണ്ട് വല്ലാതെ തുളുമ്പിപ്പോവുകയാണ്. എസ്പെഷ്യലി വെൻ ഷീ സീ ദ ഫോറസ്റ്റ് റിവേഴ്സ് വേരിഗേറ്റഡ് വിത്ത് ദെയർ സ്ട്രീംസ്. വേരിഗേറ്റഡ് മീൻസ് വർണ്ണാഭമായിട്ടുള്ള സൗന്ദര്യം നിറഞ്ഞ നദികളുടെ ശാഖകളും ചെറു അരുവികളും അതുപോലെ സാൻഡി ബാങ്ക്സ്, മണൽ തീരങ്ങളുമൊക്കെ കാണുമ്പോഴത്തേക്കും സീത ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞതുപോലെ പലരും റെപ്രസെന്റ് ചെയ്യുന്നത് പോലെ സീത ദുഃഖിച്ച് ഒരു പാറപ്പുറത്ത് പോയി തല കുമ്പിട്ടിരിക്കുകയൊന്നുമല്ല ചെയ്തത്. ഷി വാസ് ഇൻ ഫാക്ട് ഫീലിംഗ് that kind of uncontrollable joy that you get when you go into the heart of a forest. ഒരു ഫോറസ്റ്റിന്റെ ഹൃദയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ അനുഭവിക്കുന്ന ആ നൈർമല്യതയും അളവറ്റ സന്തോഷവും ഒക്കെയാണ് സീത അനുഭവിക്കുന്നത്. എസ്പെഷ്യലി when she see the rivers with their streams, sandy banks, and that place is resounded with the call of heron and duck. Heron means കൊക്ക് എന്ന് പറയുന്ന പക്ഷിയില്ലേ, കൊക്കിന്റെയും താറാവിന്റെയും മറ്റ് പക്ഷികളുടെയും ഒക്കെ പാട്ടുകളാൽ ശബ്ദമുഖരിതമായിട്ടുള്ള ആ നദീതീരത്തേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോഴത്തേക്കും സീത അതേവരെ അനുഭവിച്ചിട്ടില്ലാത്ത വല്ലാത്തൊരു ആനന്ദമാണ് അനുഭവിക്കുന്നത്. When Rama first took his abode in the Chitrakuda peak, that delightful Chitrakuda by the Malyavati river with its easy slopes for landing, he forgot all the pain of leaving his home in the capital at the sight of those woodlands alive with beast and bird. ഇതേ അവസ്ഥ തന്നെയാണ് രാമന്റെയും. when Rama first took his abode in Chitrakuda. Now Chitrakuda എന്ന് പറയുന്നത് ഈ നമ്മളുടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ മധ്യപ്രദേശ് ഉണ്ടല്ലോ, മധ്യപ്രദേശിലാണ് ചിത്രകൂടം എന്ന് പറയുന്നത്. ഒരു ഫോറസ്റ്റ് റേഞ്ച് ആണ്. there is also a peak called ചിത്രകൂടം. ചിത്രകൂടം എന്ന പേരിൽ ഒരു എന്താണ് ഒരു
മൗണ്ടൻ പീക്ക് കൂടെ ഉണ്ട്. നൗ വെൻ രാമ ടുക്ക് ഹിസ് ഫസ്റ്റ് അബോർഡ് ഇൻ ചിത്രകൂട, രാമൻ ആദ്യമായിട്ട് ചിത്രകൂടത്തിലേക്ക് വരുന്ന സമയത്ത്, ചിത്രകൂട പർവ്വതത്തിന്റെ ആ ഒരു താഴ്വാരത്തിലേക്ക് വരുന്ന സമയത്ത്, ദാറ്റ് ഡിലൈറ്റ്ഫുൾ ചിത്രകൂട, ആരുടെയും ഹൃദയത്തെ ആനന്ദിപ്പിക്കത്തക്ക വിധത്തില് പച്ചപ്പ് നിറഞ്ഞ മനോഹരമായിട്ടുള്ള ആ ചിത്രകൂടത്തിലേക്ക് രാമൻ കടന്നു വരുന്ന സമയത്ത്, ബൈ ദ മല്യവതി റിവർ, മല്യവതി എന്ന് പറയുന്നത് ചിത്രകൂടത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ്. മല്യവതി നമ്മളുടെ രാമായണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ മല്യവതി റിവർ ന്റെ പേര് വരുന്നത് മല്യവനിൽ നിന്നാണ്. മല്യവൻ എന്ന് പറയുന്നത് രാവണന്റെ അപ്പൂപ്പനാണ്. ഓക്കെ, സോ മല്യവന്റെ പേരിൽ നിന്നാണ് ആ നദിക്ക് മല്യവതി എന്ന് പറയുന്ന പേര് വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. നൗ മല്യവതി റിവറിനോട് ചേർന്നാണ്, റിവറിന്റെ ഒരു വശത്തായിട്ടാണ് ചിത്രകൂടം നിലകൊള്ളുന്നത്. സോ ആ മല്യവതി നദിയുടെ തീരത്തേക്ക് രാമൻ കടന്നു വരുന്ന സമയത്ത്, വിത്ത് ഇറ്റ്സ് ഈസി സ്ലോപ്പ് ഫോർ ലാൻഡിങ്, ചിത്രകൂട പർവ്വതത്തിന്റെ ആ ഒരു ചരിവ് എന്ന് പറയുന്നത് എന്താണ്, വിശാലമായിട്ട് കിടക്കുന്നതാണ്. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടേക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ എന്താണ് ചെറിയ രീതിയിൽ ചെറിയ കുടിലുകളോ ഒക്കെ നമ്മൾക്ക് നിർമ്മിക്കാൻ പറ്റുന്ന അത്ര മനോഹരമായിട്ടുള്ള ആ ചിത്രകൂട പർവ്വതത്തിന്റെ താഴ്വാരത്ത്, മല്യവതി നദിയുടെ തീരത്ത് രാമൻ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ഫോർഗോട്ട് ഓൾ ദ പെയിൻ ഓഫ് ലിവിങ് ഹിസ് ഹോം ഇൻ ദ ക്യാപിറ്റൽ. അയോധ്യയിലെ തൻ്റെ കൊട്ടാരം വിട്ടുപേക്ഷിക്കേണ്ടി വന്ന് മുഴുവൻ വേദനയും രാമൻ മറന്നു പോവുകയാണ്. വേദന മാത്രം മറന്നു എന്നുള്ളതല്ല, രാമൻ അയോധ്യ പോലും മറന്നുപോയി എന്നുള്ളതാണ്. ഹി ഫോർഗോട്ട് ഓൾ ദ പെയിൻ ഓഫ് ലിവിങ് ഹിസ് ഹോം ഇൻ ദ ക്യാപിറ്റൽ അറ്റ് ദ സൈറ്റ് ഓഫ് ദോസ് വുഡ്ലാൻഡ്സ്. ഈ മനോഹരമായിട്ടുള്ള കാടുകൾ കാണുന്ന സമയത്ത് അദ്ദേഹം മൊത്തവും ദുഃഖവും മറന്നു പോവുകയാണ്. അലൈവ് വിത്ത് ബീസ്റ്റ് ആൻഡ് ബേർഡ്. ബീസ്റ്റ് മീൻസ് ആനിമൽ. സോ ദിസ് പ്ലേസ് ഈസ് റിച്ച് വിത്ത് ഫ്ലോറ ആൻഡ് ഫോണ, both plants and animals and birds, and Rama's heart is so much delighted that he forgets his pain. അദ്ദേഹത്തിന്റെ വേദനകൾ മറന്നു പോകുന്നു. Having lived on that hill for long, Rama, who was Girivanapriya, lover of the mountain and the forest, said one day to Sita. So ഈ ചിത്രകൂട പർവ്വതത്തിന്റെ ആ ചെരുവിലാണ് അധിക നാള് ആര് താമസിച്ചത്, രാമനും ലക്ഷ്മണനും സീതയും താമസിച്ചത്. കുറെ നാള് അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാമൻ ആരോട് പറയാൻ തുടങ്ങി, സീതയോട് ഒരു ദിവസം പറയാൻ തുടങ്ങി. രാമനെ പലപ്പോഴും നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഗിരിവനപ്രിയ. ഗിരി മീൻസ് മൗണ്ടൻ, വന മീൻസ് ഫോറസ്റ്റ്. ഓക്കെ, സോ പർവ്വതങ്ങളെയും വനങ്ങളെയും സ്നേഹിച്ചവനാണ് ആരെന്ന് പറയുന്നത്, രാമൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഹി ഈസ് കോൾഡ് ആസ് ഗിരിവനപ്രിയ, the lover of the mountain and the forest. He one day said to Sita, ഒരു ദിവസം രാമൻ സീതയോട് ഇങ്ങനെ പറഞ്ഞു, when I look upon the beauties of this hill, the loss of my kingdom troubles me no longer, nor does the separation from my friends cause me any pang. ഒരു ദിവസം സീതയോട് പറഞ്ഞു, when I look upon the beauties of this hill, ഞാൻ ഈ കുന്നിന്റെ സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, the loss of my kingdom troubles me no longer, എനിക്ക് എൻ്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടു എന്നുള്ളത് എന്നെ എന്ത് ചെയ്യുന്നില്ല, എന്നെ തീർത്തും വേദനിപ്പിക്കുന്നില്ല. നോ ഡസ് ദ സെപ്പറേഷൻ ഫ്രം മൈ ഫ്രണ്ട്സ് കോസ് മീ എനി പാങ്. അതുപോലെ തന്നെ ഉറ്റവരിൽ നിന്ന് വേർപെട്ട് വരേണ്ടി വന്നതിനെ കുറിച്ച് എനിക്കൊരു ദുഃഖവും തോന്നുന്നില്ല. കാരണം അതിനൊക്കെ എത്രയോ അപ്പുറത്താണ് ഈ കാട് തനിക്ക് തരുന്ന സന്തോഷം എന്ന് ആർക്ക് തോന്നി, രാമന് തോന്നി. Thus passed Ramachandra's exile, now in woodland, now in hermitage. ഇങ്ങനെയാണ് രാമന്റെ വനവാസ കാലഘട്ടം കടന്നുപോയത്. കുറെ നാളുകൾ കാട്ടിലും കുറെ നാളുകൾ ആശ്രമങ്ങളിലും ഒക്കെ ആയിട്ട് രാമൻ അങ്ങനെ തന്റെ വനവാസകാലം പൂർത്തീകരിക്കുകയായിരുന്നു. The love which Rama and Sita bore to each other united them not only to each other but to the universe of life. രാമനും സീതയ്ക്കും പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹം അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന നന്മ അവരെ ഇരുവരെയും മാത്രമല്ല ഒരുമിപ്പിച്ചത്, ഇരുവരെയും എന്തുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തു, വനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഈ പ്രകൃതിയുമായിട്ട് ബന്ധിപ്പിക്കുകയും ചെയ്തു. The love which Rama and Sita bore to each other united them. രാമനും സീതയ്ക്കും അന്യോന്യം ഉണ്ടായിരുന്ന സ്നേഹം, അവർ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സ്നേഹം അവരെ ഒരുമിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, it united them not only to each other but to the universe of life. ഈ സർവ ചരാചരങ്ങളുടെ ഹൃദയസ്പന്ദനവുമായിട്ട് ഇരുവരെയും ഒരുമിപ്പിക്കുകയാണ് ചെയ്തത്. And that is why when Sita was taken away, the loss seemed to be so great to the forest itself. അതുകൊണ്ടാണ് സീതയെ രാവണൻ അപഹരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദുഃഖം രാമന് മാത്രമല്ല തോന്നിയത്, രാമന് തോന്നിയതിനേക്കാളും ദുഃഖം ആർക്ക് തോന്നുകയുണ്ടായി, ആ ചിത്രകൂടത്തിനും അതുപോലെ തന്നെ അവർ അധിവസിച്ച കാടുകൾക്കും തോന്നുകയുണ്ടായി. That is why when Sita was taken away, the loss seemed to be so great to the forest itself. Okay.
Now ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യണേ, just 1 minute. Okay, so we can continue. Next paragraph നോക്കേ. സോ രാമനെയും സീതയും പറ്റിയിട്ട് പറയുകയായിരുന്നു. രാമനും സീതയ്ക്കും കാടുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തെ പറ്റി പറയുകയായിരുന്നു. സോ ഏത് രീതിയിലുള്ള ബന്ധമാണ് രാമനും സീതയ്ക്കും പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ വനങ്ങളുമായിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഉള്ളത് ടാഗോർ പറഞ്ഞു. Now നോക്കേ. India holds sacred and counts as places of pilgrimage all sports which display a special beauty or splendor of nature. India holds sacred. Holds means കാണുക. India പവിത്രമായിട്ട് കാണുന്നത് and counts as places of pilgrimage. അതുപോലെ തന്നെ എന്താണ് തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് ഇന്ത്യ കാണുന്നത് എങ്ങനെയുള്ള സ്ഥലങ്ങളാണ്? All sports which display a special beauty or splendor of nature. പ്രകൃതിയുടെ സൗന്ദര്യം വല്ലാതെ നിബിഡമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രകൃതിയുടെ സൗന്ദര്യം വല്ലാതെ വശ്യമായിട്ടുള്ള ഇടങ്ങളെയാണ് ഇന്ത്യ പവിത്രമായിട്ട് കാണുന്നത്, അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് കാണുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രധാനപ്പെട്ട എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളും കാടിനുള്ളിലാണ് അല്ലെങ്കിൽ കാടുമായിട്ട് ബന്ധപ്പെട്ട ഇടങ്ങളിലാണ്. ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ ശബരിമലയെ പറ്റി സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരുപ്പതിയെ പറ്റി സംസാരിക്കുന്നു. സോ ഈ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഋഷികേശ് പോലെയൊക്കെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെല്ലാം തന്നെ പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതി സൗന്ദര്യം വല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളിലാണ്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ കാടിനുള്ളിൽ ആണ്. സോ ഇന്ത്യ ഹോൾസ് സീക്രട്ട്. ഇന്ത്യ പവിത്രമായിട്ട് കാണുന്നത് ആൻഡ് കൗണ്ട്സ് ആസ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്. തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് കാണുന്ന എല്ലാ സ്ഥലങ്ങളും ആർ സ്പോട്സ് വിച്ച് ഡിസ്പ്ലേ എ സ്പെഷ്യൽ ബ്യൂട്ടി ഓർ സ്പ്ലെൻഡർ ഓഫ് നേച്ചർ. പ്രകൃതിയുടെ വല്ലാത്ത വശ്യമായിട്ടുള്ള സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളെയാണ് നമ്മൾ പവിത്രമായിട്ടും അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. These had no original attraction on account of any special fitness for cultivation or settlement. ഈ സ്ഥലങ്ങളെയൊക്കെ പവിത്രമായിട്ട് മനുഷ്യൻ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവിടെ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റിയ കാലഘട്ടത്തിൽ അവർ ഒരിക്കലും ഈ സ്ഥലങ്ങളെ മനുഷ്യന് കൂട്ടമായിട്ട് വന്ന് അധിവസിക്കാനോ അല്ലെങ്കിൽ കൃഷി ചെയ്യാനോ ഒക്കെ ഉള്ള സ്ഥലങ്ങളായിട്ടല്ല അവർ ഇതിനെ കണ്ടിരുന്നത്. They had no original attraction on account of any special fitness for cultivation or settlement. Settlement means അധിവസിക്കുക, cultivation means കൃഷി. സോ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് അധിവസിക്കാനോ ഒക്കെയുള്ള സ്ഥലങ്ങളായിട്ടല്ല അവരിതിനെ കണ്ടിരുന്നത്. Here, man is free not to look upon nature as a source of supply of his necessities, but to realize his soul beyond himself. പകരം അവർ ഈ സ്ഥലങ്ങളെ എന്തായിട്ട് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ they didn't look upon nature as a source of supply for his necessities. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങൾ കിട്ടുന്ന ഇടങ്ങളായിട്ടല്ല, ഒരു സ്രോതസ്സായിട്ടല്ല അവർ എന്തിനാ കണ്ടത്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കണ്ടത്. അതായത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുവകകൾ കണ്ടെത്താനായിട്ടുള്ള ഒരു സ്രോതസ്സായിട്ടല്ല അവര് ഈ ഇടങ്ങളെ കണ്ടത്. ബട്ട് ടു റിയലൈസ് ഹിസ് സോൾ ബിയോണ്ട് ഹിംസെൽഫ്. തൻ്റെ ശരീരത്തിനപ്പുറത്തേക്ക് തൻ്റെ ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് കണ്ടത്. കാരണം there they felt free. അവിടെ അവർ സ്വതന്ത്രരായിരുന്നു. സമൂഹത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ കെട്ടുപാടുകളിൽ നിന്ന് പരിപൂർണമായിട്ട് സ്വതന്ത്രരായിട്ട് സ്വച്ഛന്തമായിട്ടിരിക്കാൻ പറ്റുന്ന ഇടങ്ങളായിട്ടാണ് അവർ എന്തിനെ കണ്ടത്? ഈ പ്രകൃതിക്കുള്ളിലെ അല്ലെങ്കിൽ കാടിനുള്ളിലെ സ്ഥലങ്ങളെ അവർ നോക്കിക്കണ്ടത്. They didn't look upon nature as a source of supply, but as a place where they could realize their soul. ശരീരത്തിനപ്പുറത്തേക്ക് സ്വന്തം ആത്മാവ് എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇടങ്ങളായിട്ടാണ് കണ്ടത്. The Himalayas and the Vindhya hills are sacred. ഈ രീതിയിലാണ് ഹിമാലയ പർവ്വതമാണെങ്കിലും അതുപോലെ തന്നെ വിന്ധ്യ പർവ്വതമാണെങ്കിലും നമ്മൾക്ക് പവിത്രമായിട്ട് മാറിയത്. Her majestic rivers are sacred. അതേ രീതിയിലാണ് ഈ പർവ്വതങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ നമ്മൾക്ക് പവിത്രമായിട്ട് മാറിയത്. Lake Manasa and the confluence of Ganges and the Jamuna are sacred. ഈ രീതിയിലാണ് മാനസ സരോവരമാണെങ്കിലും കൈലാസത്തിലെ തടാകമായിട്ടുള്ള മാനസ സരോവരമാണെങ്കിലും അതുപോലെ തന്നെ ഗംഗ യമുന സംഗമ സ്ഥലമാണെങ്കിലും നമുക്ക് പവിത്രമായിട്ട് മാറിയത് ഈ രീതിയിലാണ്. India has saturated with her love and worship the great nature with which her children are surrounded
whose light fills their eyes with gladness, and whose water cleanses them, whose food gives them life, and from whose majestic mystery comes forth the constant revelation of the infinite in music, scent, and color, which brings its awakening to the soul of man. Now, എന്താ പറയുന്നതെന്ന് നോക്കേ. India has saturated with her love and worship the great nature. Saturate ചെയ്യുക means നിറയ്ക്കുക അല്ലെങ്കിൽ സാന്ദ്രമാക്കി മാറ്റുക. സോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന സംസ്കാരം പ്രകൃതിയെ എന്തുകൊണ്ട് നിറച്ചു? തങ്ങളുടെ സ്നേഹം കൊണ്ട് നിറച്ചു. കാരണം ഇതേ പ്രകൃതി തന്നെയാണ് ആരെ വലയം ചെയ്തിരിക്കുന്നത്? സ്വന്തം ഭാരതത്തിന്റെ മക്കളെ വലയം ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഹാസ് ഫിൽഡ് വിത്ത് ഹർ ലവ് ആൻഡ് വർഷിപ്പ് ദ ഗ്രേറ്റ് നേച്ചർ. പ്രകൃതിയെ സ്നേഹം കൊണ്ടും ആരാധന കൊണ്ടും ഇന്ത്യൻ സംസ്കാരം, ആർഷഭാരത സംസ്കാരം എന്ത് ചെയ്യുകയായിരുന്നു? പ്രകൃതിയെ വല്ലാതെ ധന്യമാക്കുകയായിരുന്നു. കാരണം ഇറ്റ് ഈസ് ദ സെയിം നേച്ചർ വിച്ച് സറൗണ്ട്സ് ചിൽഡ്രൻ. ഇതേ പ്രകൃതിയാണ് ആരെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്? ഭാരതാംബയുടെ മക്കളെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. ഹൂസ് ലൈറ്റ് ഫിൽസ് ദെയർ ഐസ് വിത്ത് ഗ്ലാഡ്നെസ്. ഇതേ പ്രകൃതി തന്നെയാണ് തൻ്റെ മക്കളുടെ കണ്ണിൽ എന്ത് നിറയ്ക്കുന്നത്? പ്രകാശം നിറയ്ക്കുന്നത്, അവർക്ക് കാഴ്ച നൽകുന്നത്. ഹൂസ് വാട്ടർ ക്ലീൻസസ് ദം. ഇതേ പ്രകൃതിയുടെ ജലമാണ് ആരെ ശുദ്ധീകരിക്കുന്നത്? തൻ്റെ മക്കളെ ശുദ്ധീകരിക്കുന്നത്. ഹൂസ് ഫുഡ് ഗീവ്സ് ദം ലൈഫ്. ഇതേ പ്രകൃതിയുടെ ഭക്ഷണമാണ് ആർക്ക് ഊർജം പകരുന്നത്? തൻ്റെ മക്കൾക്ക് ഊർജം പകരുന്നത്. ആൻഡ് ഫ്രം ഹൂസ് മെജസ്റ്റിക് മിസ്റ്ററി കംസ് ഫോർ ദ കോൺസ്റ്റന്റ് റെവലേഷൻ ഓഫ് ദ ഇൻഫിനിറ്റ്. അതേ പ്രകൃതിയുടെ നിഗൂഢമായിട്ടുള്ള ഉള്ളറകളിൽ നിന്നാണ് ഈശ്വരന്റെ പ്രതിധ്വനികൾ സംഗീതത്തിലൂടെയും സുഗന്ധത്തിലൂടെയും വർണ്ണത്തിലൂടെയും തൻ്റെ മക്കൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ നമ്മളൊരു അമ്മയായിട്ട് കാണുകയാണെങ്കിൽ ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്തായിട്ട് മാറുന്നത്? പ്രകൃതി അങ്ങേയറ്റം വിശിഷ്ടമായിട്ട് മാറുന്നത്, പ്രകൃതി തൻ്റെ സ്നേഹവും ആരാധനയും അർഹിക്കുന്നതായി മാറുന്നത്. കാരണം ഇതേ പ്രകൃതി തന്നെയാണ് നമ്മൾക്ക് ജന്മം നൽകുകയും നമ്മളെ പരിപോഷിപ്പിക്കുകയും നമ്മളെ നിലനിർത്തുകയും ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ദ സെയിം നേച്ചർ വിച്ച് സറൗണ്ട്സ് ദ ചിൽഡ്രൻ, whose light fills their eyes with gladness, whose water cleanses them, whose food gives them life, and from whose majestic mystery. അതേപോലെ ഇതേ പ്രകൃതിയുടെ മെജസ്റ്റിക് മീൻസ് ഉന്നതമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള, ആ വന്യമായിട്ടുള്ള നിഗൂഢതയിൽ നിന്നാണ് comes forth the constant revelation of the infinite. The infinite means God. ദൈവത്തിന്റെ വെളിപാട് നമ്മൾക്കുണ്ടാകുന്നതും ഇതേ കാടുകൾക്കുള്ളിൽ നിന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് കാടിന്റെ പ്രകൃതിയുടെ സംഗീതത്തിലൂടെ, അതിൻ്റെ സുഗന്ധത്തിലൂടെ, അതിൻ്റെ വർണ്ണങ്ങളിലൂടെ ഈശ്വരന്റെ പ്രതിബിംബം നമ്മൾ കാണുന്നത് ഇതേ പ്രകൃതിയിൽ തന്നെയാണ്. വിച്ച് ബ്രിങ്സ് ഇറ്റ്സ് അവേക്കണിംഗ് ടു ദ സോൾ ഓഫ് മാൻ. ദൈവത്തിന്റെ ഒരംശം മനുഷ്യന്റെ ആത്മാവിലേക്ക് ഇറ്റിച്ചു കൊടുക്കുന്നതും ഇതേ പ്രകൃതി തന്നെയാണ്. India gains the world through worship, through spiritual communion, and the idea of freedom to which she aspired was based upon the realization of a spiritual unity. ഇന്ത്യ ഈ ലോകത്തെ ജയിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മുഴുവൻ ആരാധനയ്ക്ക് ഇന്ത്യ പാത്രമാകുന്നത്, ഇന്ത്യൻ സംസ്കാരം മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവരുടെ കണ്ണുകളിൽ ശ്രേഷ്ഠമായിട്ട്, വിശിഷ്ടമായിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭാരതീയർക്ക് പ്രകൃതിയുമായിട്ടുള്ള ഈ അഭേദ്യമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ ഗെയിൻസ് ദ വേൾഡ് ത്രൂ വർഷിപ്പ്, ത്രൂ സ്പിരിച്വൽ കമ്മ്യൂണിയൻ. സ്പിരിച്വൽ കമ്മ്യൂണിയൻ മീൻസ് സ്പിരിച്വൽ യൂണിയൻ. പ്രകൃതിയുമായിട്ട് ഭാരതീയർക്കുള്ള, ഭാരതീയ സംസ്കാരത്തിനുള്ള ആ ആത്മബന്ധത്തിലൂടെയാണ് ഇന്ത്യ ലോകത്തിന്റെ ആരാധനയ്ക്ക് പാത്രമായിട്ട് മാറിയത്. ആൻഡ് ദ ഐഡിയ ഓഫ് ഫ്രീഡം ടു വിച്ച് ഷീ ആസ്പയർഡ് വാസ് ബേസ്ഡ് അപ്പോൺ ദ റിയലൈസേഷൻ ഓഫ് എ സ്പിരിച്വൽ യൂണിറ്റി. അതുപോലെ തന്നെ ദാറ്റ് ഐഡിയ ഓഫ് ഫ്രീഡം which was there during the years of freedom struggle. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഏത് രീതിയിൽ സ്വാതന്ത്ര്യം നേടണം? നമ്മൾക്കറിയാം, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ത്യ അഹിംസയുടെ പാത തേടിയെങ്കിൽ ആ അഹിംസ എന്ന് പറയുന്ന ആശയം നമ്മളുടെ മനസ്സിൽ ഉടലെടുക്കാൻ കാരണം എന്ത് തന്നെയാണ്? മറ്റ് ജീവജാലങ്ങളുമായിട്ട് നമ്മൾക്കുണ്ടായിരുന്ന സ്നേഹവും സഹതാപവും തന്നെയാണ് ബ്രിട്ടീഷുകാരോടും അഹിംസ കാട്ടാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത്. So India gains the world through worship, through spiritual communion, and the idea of freedom to which she aspired. The idea of freedom means our understanding of freedom. Your idea of what exactly is freedom, our sense of freedom and liberty sprang forth from our the kind of relationship that we had with nature. പ്രകൃതിയുമായിട്ട് നമ്മൾക്കുണ്ടായിരുന്ന ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് സ്വാതന്ത്ര്യം എന്താണെന്നുള്ള ആശയം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്നത്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ഫിസിക്കൽ ഇൻ നേച്ചർ, ബട്ട് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് സ്പിരിച്വൽ ആസ് വെൽ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല,
but on the other side it is എന്താണ് it is spiritual as well. So ഈ ഒരു സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ബൃഹത്തായിട്ടുള്ള ഈ ഒരു ആശയം which is freedom is not just physical but it is something spiritual as well. This idea of freedom came into being from our relationship with nature. പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ആത്മീയമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. കാരണം പണ്ട് എന്താണ് ഈ പറഞ്ഞ പോലെ പൗരാണിക ഇന്ത്യയിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തല്ല, മനുഷ്യന്റെ ശാരീരികമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് അപ്പുറത്തേക്ക് മോക്ഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ കൈൻഡ് ഓഫ് ഫ്രീഡം ദാറ്റ് ഈസ് എൻജോയ്ഡ് ബൈ യുവർ സോൾ. നമ്മളുടെ ആത്മാവ് ആസ്വദിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മോക്ഷം എന്ന് പറയുന്നത്, ശരീരം ആസ്വദിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഈസ് strictly physical but on the side it is more of a spiritual feeling. ഒരു ആത്മീയമായിട്ടുള്ള ഒരു വികാരമാണ് എന്തെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം അത്രയും കാര്യങ്ങൾ പറഞ്ഞു നിൽക്കട്ടെ. ഇനി നമ്മൾക്ക് ഒരു 2-3 പാരഗ്രാഫും കൂടെ ഉള്ളൂ. അതിനുശേഷം ഒരു 2-3 ഡെഫിനിഷൻസും കൂടെ ഒക്കെ നോക്കാനുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ till then